അതിപ്രശസ്ത ബച്ചൻ കുടുംബത്തിലേക്ക് വന്നു കയറിയ മരുമകളും ഒട്ടും കുറഞ്ഞവളായിരുന്നില്ല. ലോകത്തിൻ്റെ തന്നെ മനം കവർന്ന ഐശ്വര്യ റായ്. വിവാഹത്തിനു മുമ്പ് ഐശ്വര്യ റായ് സൽമാൻ ഖാൻ, വിവേക് ഒബ്റോയ് എന്നിവരുമായി അടുപ്പത്തിലായിരുന്നു. ആ ബന്ധങ്ങൾ വിവാഹം വരെ എത്തിയില്ല. പിന്നീട് ബച്ചൻ കുടുംബത്തിലെ അഭിഷേക് ബച്ചനെയാണ് വിവാഹം കഴിച്ചത്. അഭിഷേകിനും ഐശ്വര്യ വിവാഹത്തിനു മുമ്പ് പ്രശസ്ത ബോളിവുഡ് നടി കരിഷ്മയുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ആ വിവാഹവും മുടങ്ങിപ്പോയി. അഭിഷേക് ദമ്പതികൾക്ക് ഒരു മകളുണ്ട്. എന്നാൽ ഐശ്വര്യയും അഭിഷേകും തമ്മിലുള്ള വിവാഹബന്ധം അത്ര നന്നായല്ല പോകുന്നതെന്ന് തോന്നും വിധമാണ് പലപ്പോഴും പുറത്തേക്ക് കാണാറ്. ഇപ്പോഴായി ഐശ്വര്യ പൊതുവേദികളിൽ പൂർണ്ണമായും ബച്ചൻ കുടുംബത്തിൽ നിന്നും അകന്ന് മകൾ ആരാധ്യയോടൊപ്പം മാത്രമാണ് കാണാറ്. ബച്ചൻ ഫാമിലി പൂർണ്ണമായും ജയാ ബച്ചൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് തോന്നും വിധമാണ് പല പൊതുപരിപാടികളിലും ഈ ഫാമിലിയെ കാണാറ്. ആ കുടുംബത്തിലെ മറ്റംഗങ്ങളെല്ലാം ജയാ ബച്ചൻ്റെ നിയന്ത്രണത്തിലാണ് കാണപ്പെടാറ്. അമ്മായിയമ്മയ്ക്ക് ലോകം മുഴുവൻ ആരാധകരുള്ള ഐശ്വര്യ റായിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നാത്തൂൻ ശ്വേതാ ബച്ചനും ഐശ്വര്യയോട് അസൂയ തന്നെയാവും. അങ്ങനെ തങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഐശ്വര്യ ആളാവണ്ട എന്ന തോന്നലിൽ അവർ പലതും കാണിച്ചു കൂട്ടുന്നുണ്ടാവും. ഫാമിലിയിലെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുമുണ്ടാവും. ഈ സിറ്റുവേഷനിൽ സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് വേണ്ടത് അഭിഷേകിനാണ്. ഐശ്വര്യ ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന വേർതിരിവുകളും കുത്തുവാക്കുകളും മനസ്സിലാക്കി അവളോടൊപ്പം നിൽക്കേണ്ടത് അഭിഷേകിൻ്റെ കടമയാണ്. അയാളെ മാത്രം വിശ്വസിച്ച് ആ കുടുംബത്തിലേക്ക് കയറി വന്ന ഐശ്വര്യയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനുമാണ്. പലപ്പോഴും ഐശ്വര്യ ബന്ധത്തെ കുരങ്ങിൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല എന്ന തരത്തിലുള്ള അസൂയ കലർന്ന സോഷ്യൽ മീഡിയ കമൻസൊക്കെ വായിച്ച് ഒട്ടും പക്വതയില്ലാതെ പ്രതികരിക്കുന്ന അഭിഷേകിനെക്കുറിച്ച് ചർച്ചകൾ വരാറുണ്ട്. സമൂഹത്തിൽ തന്നേക്കാൾ സ്വീകാര്യയായ ഭാര്യയോട് അഭിഷേകിനും അസൂയയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ കുടുംബത്തിൽ ചേർന്നു പോകാനാകാതെ മകളോടൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഐശ്വര്യ ഇപ്പോൾ പാപ്പരാസികൾക്കൊരു ചർച്ചാ വിഷയമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആനന്ദ് അംബാനി രാധിക മർച്ചൻ്റ് വിവാഹത്തിനും ഈ വിഷയം ചർച്ചയായി. ഐശ്വര്യയെപ്പോലെ വിവാഹം കഴിഞ്ഞു ചെന്ന കുടുംബത്തിൽ പൊരുത്തപ്പെട്ടു പോകാനാകാതെ വിഷമിക്കുന്ന സ്ത്രീകൾ വേറെയും ഒരുപാടുണ്ട്. തീർച്ചയായും ഐശ്വര്യയെപ്പോലുള്ള സ്ത്രീകളോട് കാണിക്കുന്നത് അനീതിയാണ്. വിവാഹത്തിനു മുമ്പ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കല്യാണം കഴിഞ്ഞു ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന ഇത്തരം സാമൂഹികവും മനഃശാസ്ത്രപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പ്രീ മാരിറ്റൽ ക്ലാസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദമ്പതികൾ തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ തന്നെയും അവരുടെ കുട്ടികളുടെയും മാനസിക സന്തോഷത്തിനും സമാധാനത്തിനും അത്യാവശ്യമായ ഒന്നാണ്.